ഇനി തിയറം 9.5 പറയുന്നത് ഈക്വൽ കോഡ്സ് ഓഫ് എ സർക്കിൾ ഓർ ഓഫ് കോൺഗ്രുവൻറ്റ് സർക്കിൾസ് ആർ ഇക്വ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ. അതായത് 2 കോഡ്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവ സെൻറ്ററിൽ നിന്ന് ഇക്വ ഡിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിൻ്റെ നേരെ കോൺവേഴ്സ് ആണ് തിയറം 9.6. അതായത് കോഡ്സ് ഇക്വ ഡിസ്റ്റൻറ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ആണെങ്കിൽ അവയുടെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും എന്നാണ് തിയറം 9.6 പറയുന്നത്. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ പ്രൂഫൊന്നും നമുക്ക് പഠിക്കാനുണ്ടാവില്ല. ഇനി തിയറം 9.7 നോക്കാനുണ്ടെങ്കിൽ ഈ ഒരു ഫിഗറിൽ ആംഗിൾ തിയറം എന്താ പറയണത്? ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെൻറ്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിൻറ്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദി സർക്കിൾ. അതായത് ആംഗിൾ POQ എന്ന് പറയണത് അത് ഡബിൾ ദ ആംഗിൾ സബ്റ്റെൻഡഡ് ബൈ എനി പോയിൻ്റ് ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. ഈ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിളിൽ എനി പോയിൻ്റ് സബ്റ്റെൻഡ് ചെയ്താൽ ഉണ്ടാവുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ആംഗിൾ POQ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ PAQൻ്റെ ഡബിളാണ് ആംഗിൾ POQ. അതിൻ്റെ ഒരു സബ്പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു PQ എന്നുള്ള പോയിൻ്റ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ അതിൻ്റെ റിമൈനിങ് പോർഷനിലേക്കുള്ള സർക്കിളിലേക്ക് നമ്മൾ ഏത് ആംഗിൾ വരച്ചാലും ആ ആംഗിളൊക്കെ സെയിം ആയിരിക്കും. അതായത് ആംഗിൾ PAQ, ആംഗിൾ PCQ, ഈ 2 പോയിൻറ്റിൽ നിന്ന് ഏത് ആംഗിൾ വരച്ചാലും ആ ആംഗിളൊക്കെ സെയിം ആയിരിക്കും. അതാണ് ഈ തിയറത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഇതിൻ്റെ തന്നെ സബ്പാർട്ടായിട്ട് വരുന്നൊരു തിയറാണ് തിയറം 9.8. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെൻറ്റ് ഓഫ് എ സർക്കിൾസ് ആർ ഈക്വൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ തിയറം തന്നെ, അത് തിയറം 9.8 ആണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ കോഡ് വരക്കുന്നത് ഡയമീറ്ററിലാണെങ്കിൽ, അതായത് ഈ PQ എന്നുള്ള പോയിൻ്റ് നമ്മൾ ഡയമീറ്ററിലൂടെയാണ് വരക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് സർക്കിളിലേക്ക് വരയ്ക്കുമ്പോൾ റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതായത് ആംഗിൾ PRQ എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഈ ആംഗിൾ PRQ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി